ഹായ് ഓൾ. ചില സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും. നമ്മൾ എത്ര ദൂരം പോയാലും മനസ്സ് വീണ്ടും വീണ്ടും തിരികെ വരാൻ ആഗ്രഹിക്കുന്നൊരിടം അല്ലേ? എനിക്ക് അങ്ങനെ ഒരിടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിതാ എൻ്റെ ഈ വീടാണേ. സ്വന്തം വീട്, അതിന് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അതിലൊന്നല്ല കാര്യം. ആ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, അതാണ് വലിയ സമ്പത്ത്. ലോകത്ത് എവിടെയൊക്കെ പോയാലും എത്രയൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ കിട്ടുന്ന ആ സമാധാനം ഉണ്ടല്ലോ, അത് മറ്റൊരിടത്തും കിട്ടൂല. എന്താണെന്നറിയില്ല, എനിക്കെൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ തന്നെ മനസ്സിലെ പകുതി ഭാരം അങ്ങോട്ട് പോകും കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആവൂലേ? എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അലാറം വെക്കലില്ല കേട്ടോ, കാരണം ഇവിടെ വരുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നലില്ല. കുറച്ച് വൈകിട്ടാണ് എണീറ്റത്. അപ്പോഴേക്ക് ഇത് അവിടെ അനിയത്തി കിച്ചണിൽ കയറിയിട്ട് പരിപാടികളൊക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ടൊന്നും ആർക്കൊരു പരാതിയും പരിഭവവും ഒന്നും ഉണ്ടാവില്ല, കാരണം ഇവരൊക്കെ നമ്മൾ സ്വന്തം ആൾക്കാരല്ലേ. അപ്പോൾ നമ്മുടെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ടാവും. ഇപ്പം രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ എന്താ ചോദിക്കാമെന്നറിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ, സുഖമല്ലേ, അങ്ങനെ കേട്ടോ ചോദിക്കുക. എപ്പോൾ നീച്ച് വരികയാണെങ്കിലും എന്നോടും അനിയത്തിനോടും അനിയനോടൊക്കെ ഈ ഒരു ചോദ്യമേ ചോദിക്കാനുണ്ടാവുള്ളൂ. അടുക്കളയിൽ എത്ര ജോലി ഉണ്ടായാലും ഒരു ഭാരം ഇവിടുന്ന് തോന്നാറില്ല, കാരണം എല്ലാവരും എല്ലാവരെ കൊണ്ട് കഴിയണതും ചെയ്യും. കുട്ടികളെ സ്കൂൾക്ക് ഒരുക്കണ ധൃതിയിലാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അവർക്കുള്ള ചോറ് സെറ്റാക്കി, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും വേണമെന്നില്ല ചോറുക്ക്. ഇന്നിപ്പോൾ ബീറ്റ്റൂട്ട് തോരനാണ്, അത് രണ്ടാൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ദാ ഒരാൾ എണീറ്റിട്ടുണ്ട്, മറ്റേ ആൾ നീച്ച് സെറ്റായിട്ടുണ്ട്, നിഷു കേട്ടോ. ഐബുട്ടനും പുറകെ എണീറ്റിട്ടുണ്ട്. ഓന് പിന്നെ അപ്പം ഉണ്ടല്ലോ, നമ്മുടെ സാധാ കലക്കിപ്പാർന്ന അപ്പം, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതായ സ്ഥിതിക്ക് ഓൻ അവിടെ ഇരുത്തി കൊടുത്തിട്ടുണ്ട്. കുട്ടികളും ഇവിടെ ഇരുന്ന് കഴിക്കണുണ്ട്. സ്കൂളുള്ള ദിവസത്തെ അവസ്ഥ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാനത് പ്രത്യേകം എടുത്ത് പറയണേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലായിടത്തും ഇതൊക്കെ തന്നെയാവും അവസ്ഥ, അടിയും പിടിയും ബഹളവും എല്ലാം കൂടെ. ഇത് അനിയത്തി മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല, കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. സംഭവം കുഴപ്പമൊന്നുമില്ല, ഒരു 3-4 ഉണ്ട് ഇങ്ങനെ പല ഷേപ്പിലുള്ള പൊരികൾ. ഇതത്ര വലിയ ഹെൽത്തി ഒന്നല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കണതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. ഇത് കളർഫുള്ളായി തോന്നുമ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പം അത് കൊടുത്തയക്കാമെന്ന് വിചാരിച്ച്. വീഡിയോ കാണുന്നവർ മറക്കണ്ട, ഇപ്പം തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തോളൂ കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീഡിയോക്ക് താഴെ കുറേ കമൻറ്റ്സ് കാണുമ്പോൾ അത് വായിക്കാനും അതിന് റീപ്ലൈ കൊടുക്കാനൊക്കെ ഒരു പ്രത്യേക തരം ഉത്സാഹമാണ്. അങ്ങനെ ഇതാ കുട്ടികൾക്കുള്ള സ്നാക്സൊക്കെ ഇന്ന് നല്ല കളർഫുൾ ആയിട്ട് തന്നെ സെറ്റാക്കി കൊടുത്ത്, നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. പല കളറിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ ദാ അവർക്കുള്ള ചോറും ബീട്രൂട്ട് തോരനും പിന്നെ ഓലെ സ്നാക്സൊക്കെ സെറ്റാക്കി മാറ്റി സുന്ദരി കുട്ടികളാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാൽ മതി സ്കൂളിലേക്ക്. ഓലെ പറഞ്ഞേച്ചാൽ പിന്നെ കുറച്ച് നേരത്തിന് ഇവിടെ ഭയങ്കര നിശബ്ദത ഇക്കാരം, അടിയും പിടിയും ബഹളമൊക്കെ മാറിയിട്ട് പെട്ടെന്ന് നമ്മളെ വീട് ഇങ്ങോട്ട് ശാന്തമായ പോലെ. പക്ഷേ ഈ ശാന്തതയ്ക്കും ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ അതും ആസ്വദിച്ച് ചായയും എടുത്തിട്ട് ടി വിയുടെ മുന്നിലിരുന്നു കേട്ടോ. ഇന്നിപ്പം ഭാര്യ ഫിലിമായിരുന്നേ. ഈ പഴയ ഫിലിമിനൊക്കെ ഒരു പ്രത്യേകതയാണ്, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണെങ്കിലും അത് ഒരു പ്രത്യേക രസമാണ് കാണാൻ. മടുപ്പ് തോന്നൂല, പിന്നെയും ഇങ്ങനെ കാണാൻ തോന്നും. ദെൻ ഞാനും അനിയത്തിയൊക്കെ ഓരോരോ ജോലിയിലേക്ക് തിരിഞ്ഞ്. വീട്ടിലെ ജോലിയാൾ പിന്നെ അങ്ങനെയാണല്ലോ, എത്ര എടുത്താലും തീരൂല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാകും. ഒറ്റക്കാണെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ തന്നെ എടുക്കണമല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വരും. ബട്ട് ഇതിപ്പോൾ അതൊന്നുമില്ല, രണ്ടാളുണ്ടല്ലോ, അപ്പോൾ അത്ര വലിയ ഭാരമായിട്ട് തോന്നൂല. അങ്ങനെ ഓൾ അടിച്ചു വാരി അതിൻ്റെ പുറകെ ഞാൻ തുടക്കാൻ വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 10 ദിവസത്തിനൊക്കെ നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഒരിടം വരെ പോകാനുണ്ട്, അപ്പോൾ ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ ലഗേജും ഏറ്റി പിടിച്ചതിന് വന്നതിൻ്റേത്. ബട്ട് ഞാൻ മൂഞ്ചിപ്പോയി ഗൈസ്, ആൾക്ക് പോകാനില്ല, പോക്ക് തൽക്കാലം ക്യാൻസൽ ആയിട്ടുണ്ട്. പോകും പക്ഷേ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ്. സോ ഒരു 2 ദിവസം നിന്ന് 3-ാമത്തെ ദിവസം തിരിച്ച് നമ്മുടെ ആനക്കയത്തത്തെ വീട്ടിൽ തന്നെ പോവുകയാണ് കേട്ടോ. ഈ ഒരു സെയിം ഡേ തന്നെയാണ് ഞാൻ പോണതും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോണത്, അതായത് ഓട്ടോയിലാണ് പോണത്. നിഷു പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിക്കോളും, അവളുടെ സ്കൂൾ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ കാര്യത്തിൽ സമാധാനമാണ്. ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കണില്ല, നമ്മൾ ചോറ് ഓൾറെഡി രാവിലെ തന്നെ വെച്ചിനല്ലോ. ഇനിയിപ്പോൾ അതിലേക്കൊരു കറി ഉണ്ടാക്കിയാൽ മതി. തോരനും ഓൾറെഡി സെറ്റാണ്.
പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറിയൊക്കെയാണ് റെഡിയാക്കിയത്. അതിനുശേഷം അവിടെയൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണ് നമ്മൾ യൂസ് ചെയ്യാത്തന്ന് നല്ല ഭംഗിയിൽ കിടന്നീനു കേട്ടോ. ഇപ്പം ആകെ മൊത്തം ഡിസോർഡർ ആയിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഗ്യാസും അടുപ്പും കുറ്റിയൊക്കെ എടുത്തിട്ട് കയറിയത്. അതിനു മുമ്പൊക്കെ നമ്മുടെ താഴത്തെ അടുക്കളയിലായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്തിൻ്റെത്. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ടൈമും ഡെലിവറി ടൈമൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റായി വന്നപ്പോഴേക്ക് അനിയത്തി പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇതൊക്കെ ഇപ്പം നിൽക്കണോട് തന്നെ നിൽക്കട്ടെ. നമുക്ക് എടുക്കാനും എന്താ പറയുക, അവിടെ നിന്ന് തിരിയാനൊക്കെ സുഖം ഈ ഒരു കിച്ചൺ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല, താഴത്തേക്കൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ തീർന്നതിന് ശേഷം വീണ്ടും കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിങ്ങനെ റാഹത്തായിട്ട് നല്ല സമാധാനമായിട്ടിരിക്കണം. സോ കുറച്ച് മാങ്ങയും കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ടി വി കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇവിടെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി നീച്ചു വരികയാണ് കേട്ടോ. ആ ഒരു ഉറക്കിൻ്റെ മന്ദപ്പാണ് ആളുടെ മുഖത്ത് കാണുന്നത്. പിന്നെ ഓനൊക്കെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കിയതിന് ശേഷം ആൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഇനിയിപ്പം പോണല്ലോ, ആഫ്റ്റർ ലഞ്ച് നമുക്ക് പോകണം. അപ്പോൾ പോണിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇസ്തിരിയാക്കാനും നിഷുവിൻ്റെ യൂണിഫോം വരെ ഇപ്പിച്ച് അയൺ ചെയ്ത് തന്നിട്ടാണ് പറഞ്ഞേക്കുക കേട്ടോ. പക്ഷെ പോണ സമയത്തുണ്ടല്ലോ നമുക്കിങ്ങനെ ഒരു മനസ്സിനൊരു ഇടങ്ങേറേക്കാരും, അതായത് കുറച്ചും കൂടെ നിൽക്കേനു, കുറച്ച് ദിവസം കൂടെ നിൽക്കേനു എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവില്ലേ. എന്നാലും നമ്മുടെ വീട്ടിലത്തെ കരുതലും സ്നേഹമൊക്കെയാണ് നമ്മളെ പിന്നെയും അവിടേക്ക് തന്നെ പോകാനുള്ള ഒരു കാന്തം പോലെ നമ്മളെ തോന്നിക്കണത്. അത് തന്നെ ഇക്കാരം. സോ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. വഴിയിലൊരു സ്നാക്സ് കട കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചുള്ള വൈകുന്നേരത്തെ ആ ചായ അതിപ്പോൾ ഒരു പതിവായി മാറിയിട്ടുണ്ട്. അത്യാവശ്യം സമയമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെന്നിട്ടുണ്ടാക്കാനൊന്നും ആവില്ല. ഞാനെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നിഷു എത്തിയിട്ടുണ്ട് കേട്ടോ. ആളോട് സ്കൂൾ വിട്ടിട്ട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓള് മേലൊക്കെ കഴുകി സെറ്റായി വരുമ്പോഴേക്ക് ചായയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച്. നമ്മൾ സ്ത്രീകളുടെ ലൈഫിൽ 2 വീടുകളുണ്ട് അല്ലേ. ഒന്ന് നമ്മൾ ജനിച്ചു വളർന്ന വീടും മറ്റൊന്ന് നമ്മുടെ ജീവിതം ചേർത്ത് പിടിച്ച വീടും. ഒന്നിൽ നമ്മൾ മകളാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ ഭാര്യയും അമ്മയും ഒക്കെയാണ് അല്ലേ. 2 വീടും നമുക്ക് പ്രിയപ്പെട്ട തന്നെയാണ്. ഒരു വീട്ടിൽ നിന്ന് സ്നേഹവും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വരികയാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാനിരുന്നേ. ബ്രോസ്റ്റഡ് ചിക്കനും പഫ്സും ഉണ്ടായിരുന്നു. ഐബുട്ടനെ നമ്മൾ ബർഗറാണ് വാങ്ങിച്ചത് കേട്ടോ. ആളൊരു പഴംപൊരി പ്രേമിയാണ്. ബട്ട് ആ കടയിൽ പഴംപൊരി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ബർഗറിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ലൈക്കും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും ചെയ്ത് അങ്ങോട്ട് പാഞ്ഞു പോകും. ഒരൊറ്റ ആളും സബ്സ്ക്രൈബ് ചെയ്യൂല, അതാണ് സത്യം. ഒരിക്കലും ഞാൻ ആരെയും നിർബന്ധിക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ പറയേണ്ടത് കരുതിയിട്ട് ഇടങ്ങേറായിട്ട് ആരും ചെയ്യണ്ട. പിന്നെടാ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുണ്ടെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ മറക്കാണ്ട് പറയാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.